വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് അലീൻസിൻ്റെയും ബൈഫിനൽസിൻ്റെയും സ്റ്റീരിയോ ഐസോമറിസം ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം സ്റ്റീരിയോ ഐസോമറിസം ആസ് എ ഹോൾ രണ്ടായി ഡിവൈഡ് ചെയ്യാം. കോൺഫർമേഷണൽ ഐസോമറിസവും കോൺഫിഗറേഷണൽ ഐസോമറിസവും. ഈ കോൺഫിഗറേഷണൽ ഐസോമറിസം തന്നെ 2 ടൈപ്പ് ഉണ്ട്: ഒപ്റ്റിക്കൽ ഐസോമറിസം ആൻഡ് ജോമെട്രിക്കൽ ഐസോമറിസം. അതിൽ കോൺഫർമേഷണൽ ഐസോമറിസവും ഒപ്റ്റിക്കൽ ഐസോമറിസവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് സംഗതിയാണ് ജോമെട്രിക്കൽ ഐസോമറിസം. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓൾമോസ്റ്റ് ഓൾ തിങ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ലോവർ ക്ലാസ്സസ്. Actually, geometrical isomers are the isomers differ in the spatial arrangement of groups about a carbon-carbon double bond. കാർബൺ ഡബിൾ ബോണ്ടിന് എബൌട്ട് ആയിക്കൊണ്ട് ഗ്രൂപ്പ്സിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുന്ന ഐസോമറിസത്തെ എന്ത് വിളിക്കുക? ജോമെട്രിക്കൽ ഐസോമേഴ്സ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനൊരു കോമ്പൗണ്ട്, ഇവിടെ ഇപ്പോൾ എ ബി. അപ്പോൾ ഈ ഒരു കേസിൽ എ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഈ കാർബണിലും വരുന്ന എയും സെയിം സൈഡാണ്. വേറൊരു കേസിലിപ്പോൾ സി ഡബിൾ ബോണ്ട് സി, എ 2 ഓപ്പോസൈഡ് വരാം, ബി 2 ഓപ്പോസൈഡ് വരാം. ഇങ്ങനെ ഡിഫറൻറ്റ് അറേഞ്ച്മെൻറ്റ് പോസിബിൾ ആകുന്ന ഐസോമറിസത്തെ എന്ത് വിളിക്കുക? ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വിളിക്കുക. ആക്ച്വലി ഈ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് it arises due to the restricted rotation of carbon-carbon double bonds. കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആയതാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. കാരണം നമുക്കറിയാം കാർബൺ ഡബിൾ ബോണ്ടിൽ ഒരു ബോണ്ട് ഈ സിഗ്മ ബോണ്ടാണ്. ഈ കാർബൺ ബോണ്ട് സിഗ്മ ബോണ്ടാണ്. രണ്ടാമത്തെ ബോണ്ട് പൈ ബോണ്ടാണ്. പൈ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യാം? ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഈ കാർബണിൽ ഇങ്ങനെ നിൽക്കുന്നു. ഈ കാർബണിൽ ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നു. അവർ തമ്മിൽ എന്ത് ചെയ്യുന്നു? സൈഡ് വൈസ് ഓവർലാപ്പ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ ഈ 2 പി ഓർബിറ്റലും പാരലായിട്ട് അലൈൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൈ ബോണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ 2 കാർബണെയും ലോക്ക് ചെയ്യാം. നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പൈ ബോണ്ട് എന്ത് ചെയ്യും? ഡിസ്റ്റർബ് ചെയ്യപ്പെടും. പൈ ബോണ്ട് ബ്രേക്ക് ചെയ്യും. അത് നോർമലി പോസിബിൾ അല്ല, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് കണ്ടീഷനിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ റൊട്ടേഷൻ ഹിൻഡേർഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ ഒരു കേസ് വന്നു, ഇപ്പോൾ എ 2 സെയിം സൈഡ് വരുന്നൊരു കേസ് വന്നാൽ അതവിടെ ഫിക്സ് ചെയ്യപ്പെടും. അതൊരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻ്റ് ആയി. എ 2 ഓപ്പോസിറ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ അത് വേറൊരു അറേഞ്ച്മെൻറ്റ്, അതവിടെ ഫിക്സ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് എന്താവും? പോസിബിൾ ആവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഐസോമറിസം എന്ത് വിളിക്കുക? നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവാനുള്ള കണ്ടീഷൻസ് ഫോർ ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പോൾ അതിലൊന്നാമത്തത്, ദർ ഷുഡ് ബി എ ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ കാർബൺ ആറ്റംസ് തമ്മിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കണം. പക്ഷേ അവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാർബൺ ഡബിൾ ബോണ്ട് തന്നെ വേണമെന്നില്ല. അല്ലാത്ത കേസിൽ ഇപ്പോൾ ഇവിടെ നോക്കാം, ചില ആൾഡോക്സൈംസിൽ അതുപോലെ കീറ്റോക്സൈംസിലൊക്കെ സി ഡബിൾ ബോണ്ട് എൻ ഗ്രൂപ്പ് വരും. അപ്പോൾ സി ഡബിൾ ബോണ്ട് എൻ ഗ്രൂപ്പ് വരുന്ന കേസിലും ജോമെട്രിക് ഐസോമറിസം പോസിബിൾ ആണ്. അത് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. തൽക്കാലം നമുക്ക് പറയാം കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാവണമെന്ന് പറയാം. അല്ലാത്ത കേസിൽ വരുന്നുണ്ട്. വേറൊരു കേസ് അതുപോലെ വരുന്നത് സൈക്ലോ ആൽക്കൈൻസ് ആണ്. സൈക്ലോയിഡ് അല്ല, സൈക്ലോ ആൽക്കൈൻസ് നമുക്കറിയാം. ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് വരും. ഇപ്പോൾ സൈക്ലോ ബ്യൂട്ടൈനിൽ ഒരു CL, ഈ 2 കാർബണുള്ള CL ഇങ്ങനെ വരാം. ഇവിടെ 2 H ഇങ്ങനെ വരാം. അതേപോലെ തന്നെ ഇവിടെ ഒരു CL ആവും, മറ്റേ CL ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇവിടെയും ജോമെട്രിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. തൽക്കാലം നമ്മൾ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ 2 കണ്ടീഷനാണ്. ഒന്ന് കാർബൺ ഡബിൾ ബോണ്ട് വേണം. രണ്ടാമത് കണ്ടീഷൻ, 2 ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ദി ഡബിൾ ബോണ്ടഡ് കാർബൺ ഷുഡ് ബി ഡിഫറൻറ്റ്. ഈ കാർബണിലുള്ള അറ്റാച്ച് ചെയ്ത 2 ഗ്രൂപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അതായത് ഒന്ന് A ആണെങ്കിൽ മറ്റേ B ആയിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് A ആണെങ്കിൽ മറ്റേത് ഇവിടെ ഇപ്പോൾ AB വരാം, അതേപോലെ AB അങ്ങനെ തന്നെ വരാം. അല്ലെങ്കിൽ AD എന്ന് വരാം, അല്ലെങ്കിൽ ഇങ്ങനെയും വരാം.
അപ്പോൾ ജോമെട്രിക് ഐസോമെറിസം പോസിബിൾ ആയ പല ടൈപ്പ് ഉണ്ട്. അതിൽ വേറൊരു ടൈപ്പാണ്. ഇപ്പോൾ ഇതിപ്പോൾ എ ബി വരാം, അല്ലെങ്കിൽ എ ബി സി ഡബിൾ ബോണ്ട് സി ഡി ഇ എന്ന് വരാം. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് കേസൊക്കെ വരാം. പക്ഷേ ഈ കേസ് വന്നാൽ എ ടു സി ഡബിൾ ബോണ്ട് സി എ ടു അല്ലെങ്കിൽ എ ടു സി ഡബിൾ ബോണ്ട് സി എ ബി, ഏതെങ്കിലും ഒരു കാർബണിലുള്ള രണ്ട് ഗ്രൂപ്പ് സെയിം ആയാൽ ദാറ്റ് ഡു നോട്ട് ഷോ ജോമെട്രിക്കൽ ഐസോമെറിസം. ഇപ്പോൾ ജോമെട്രിക്കൽ ഐസോമെറിസം കാണിക്കണമെങ്കിൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത ഗ്രൂപ്പ് എന്തായിരിക്കണം? സെയിം ആകാൻ പാടില്ല, ഡിഫറൻ്റ് ആയിരിക്കണം. അത് ഇവിടെയുള്ള ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായി കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെയുള്ള രണ്ടും ഓരോ കാർബണിലും ഈച്ച് കാർബണിലുള്ള രണ്ട് ഗ്രൂപ്പ് എന്തായിരിക്കണം? ഡിഫറൻ്റ് ആയിരിക്കണം. ഓക്കെ, ആൻഡ് ദാറ്റ് ഇസ് എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ജോമെട്രിക്കൽ ഐസോമെറിസം. അത് നമ്മൾ സാധാരണ നോർമലി നമ്മൾ തന്നെ നെയിം ചെയ്യുന്നത്, ഇപ്പോൾ സെയിം ഗ്രൂപ്പ് സെയിം സൈഡിൽ വരുന്ന കേസിൽ സെയിം ഗ്രൂപ്പ് സെയിം സൈഡ്, ഇപ്പോൾ രണ്ട് സെയിം സൈഡ് നമ്മൾ അതിനെ സിസ് എന്ന് വിളിക്കുന്നു. ആൻഡ് സെയിം ഗ്രൂപ്പ്സ് ആർ ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഡബിൾ ബോണ്ട് ആണെങ്കിൽ ദേ ആർ കോൾഡ് ട്രാൻസ്. ദെൻ ഓൾറെഡി വി ഹാവ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പിന്നെ ഒരു ഡൈകാർബോസിലിക് ആസിഡാണ്, അൺസാച്ചുറേറ്റഡ് ഡൈകാർബോസിലിക് ആസിഡാണ്, മലീക് ആസിഡും ഫെമറിക് ആസിഡും. ആക്ച്വലി ദേ ആർ geometrical isomers. Actually they are 2,3 bute 2,3 ഡൈനോയിക് ആസിഡ് ആണ്. ഓക്കെ, എനിവേ ഇപ്പോൾ ഇവിടെ മലീക് ആസിഡ് ഉണ്ട്, ഫിമറിക് ആസിഡ്. മലീക് ആസിഡിൽ സിസ് ഐസോമറാണ്, COH രണ്ടും എന്താണ്? സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ടാണ്. ഫിമറിക് ആസിഡിൽ COH ആർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ മലീക് ആസിഡ് ഈസ് ആക്ച്വലി സിസ് ഐസോമർ, fumaric acid is actually trans isomer. So an example for a very good example for geometrical isomerism. ഓക്കെ, പക്ഷേ നമ്മൾ സാധാരണ സിസ് ട്രാൻസ് എന്നാണ് ജോമെട്രിക്കൽ ഐസോമെറിസം നെയിം ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ വന്ന കേസിൽ ഇപ്പോൾ ഈ ഒരു ഇത് ഇവിടെ ഇപ്പോൾ ഒരു ജോമെട്രിക് ഐസോമെറിസം പോസിബിൾ ആണ്. ഇപ്പോൾ സി ഡബിൾ ബോണ്ട് സി HBr FCl കേസുകൾ ഇങ്ങനെയും വന്നൂടെ? സി ഡബിൾ ബോണ്ട് സി HBr, ഇവിടെ CL, ഇവിടെ F. ഇത് രണ്ട് വ്യത്യസ്ത അറേഞ്ച്മെൻ്റ് അല്ലേ? കാരണം ഇവിടെ Hന് നേരെ F ഉള്ളത്, Br നേരെ CL. ഇവിടെ Hന് നേരെ ഉള്ളത് CL ആണ്, Br നേരെ ഉള്ളത് F ആണ്. സോ ദർ ഡിഫറെൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്സ്. ആക്ച്വലി ദേ ആർ ഓൾസോ geometrical isomers. So how can you say which one is cis and which one is trans? Because there is no same group here. ഇവിടെ H ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് H ഇല്ലല്ലോ. അതുകൊണ്ട് we cannot say either which one is cis or which is trans. In that case, there is another notation. Actually, this is a systematic notation to naming geometrical isomers. That is EZ notation. EZ notation. That is geometrical isomers name ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ടൊരു സിസ്റ്റാണ് ഇത് EZ notation. അപ്പോൾ അതിൽ കാൻ ഇൻകോൾഡ് പ്രലോഗ് സിസ്റ്റം എന്നാണ് പറയുക. അവരാണിത് ഡെവലപ്പ് ചെയ്തത്, EZ സിസ്റ്റം. രണ്ട് സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ സ്റ്റെപ്പ് 1 പ്രയോറിറ്റൈസിങ് ദ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു സീക്വൻസ് റൂൾ. നമ്മൾ ഓരോ കാർബണിലുള്ള രണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെ പ്രയോറിറ്റൈസ് ചെയ്യാം, 1, 2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ കാർബണിൽ വരുന്ന HBr അല്ലേ, അതിനെ 1, 2 എന്ന് മാർക്ക് ചെയ്യുക. അതായത് ഈ കാർബണിൽ വരുന്ന FCl 1, 2 എന്ന് മാർക്ക് ചെയ്യുക അക്കോർഡിംഗ് ടു സീക്വൻസ് റൂൾ. സീക്വൻസ് റൂൾ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്. ആറിൻ്റെ സിസ്റ്റത്തിൽ നമ്മൾ സീക്വൻസ് റൂൾ പഠിച്ചിട്ടുണ്ട്. അതേ റൂൾ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ ആ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ 1, 2, 1, 2 എന്ന് മാർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഹയർ പ്രയോറിറ്റി ലോവർ പ്രയോറിറ്റി. എന്നിട്ട് രണ്ടാമത് അസൈൻമെൻറ്റ് ഓഫ് EZ നൊട്ടേഷൻ. അതായത് ഇഫ് 2 ഗ്രൂപ്പ്സ് ഓഫ് ഹയർ പ്രയോറിറ്റി ആർ ഓൺ ദി സെയിം സൈഡ് ഓഫ് ഡബിൾ ബോണ്ട്, ഇറ്റ് ഈസ് കോൾഡ് Z കോൺഫിഗറേഷൻ. സെയിം പ്രയോറിറ്റി അല്ലെങ്കിൽ 1 വരുന്ന രണ്ടും ഒരേ സൈഡാണെങ്കിൽ, ഇതിപ്പോൾ 1 ഇത് 1 സെയിം സൈഡാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് Z, സെയിം പ്രയോറിറ്റി. ഇത് 2 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഇപ്പോൾ സെയിം പ്രയോറിറ്റി ഹയർ പ്രയോറിറ്റി, ഇതിപ്പോൾ 1 ഇത് 1 ഇത് 2 ഇത് 2. ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്, ഇവിടുത്തെ ഫസ്റ്റ് പ്രയോറിറ്റി ഇതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഓപ്പോസിറ്റ് വരാം. ഇഫ് 2 ഗ്രൂപ്പ്സ് ഓഫ് ഹയർ പ്രയോറിറ്റി ആർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഡബിൾ ബോണ്ട്, ഇറ്റ് ഈസ് സെഡ് ടു ഹാവ് E കോൺഫിഗറേഷൻ. ആക്ച്വലി ഇത് ജർമ്മൻ വേർഡ്സ് ആണ്. സെഡ് എന്ന് പറയുന്നത് സുസമ്മൻ എന്ന് പറയുന്നൊരു വേർഡ് നിന്നുണ്ടായതാണ്. സുസമ്മൻസ് മീൻ ടുഗദർ, ഓർ വി കൻ സേ സെയിം സൈഡ് എന്ന് പറയാം. E എന്ന് പറയുന്നത് എൻഗഗൻ എന്ന് പറയുന്ന വാക്ക് നിന്നുണ്ടായത് ജർമ്മൻ വേർഡാണ്, ആൻഡ് ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ്. അപ്പോൾ സെയിം
പ്രയോറിറ്റി കൂടിയ ഹയർ പ്രയോറിറ്റി നമ്മൾ ഓരോ കാർബണിലും ഗ്രൂപ്പ്സിനെ പ്രയോറിറ്റൈസ് ചെയ്യും 1 2 എന്ന് പ്രയോറിറ്റൈസ് ചെയ്യും. അപ്പോൾ പ്രയോറിറ്റി കൂടിയ 1 എന്ന് പറയുന്ന ഗ്രൂപ്പ് സെയിം സൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് Z കോൺഫിഗറേഷൻ, Zusammen for together, and same groups are on the, not same group, priority കൂടിയ ഗ്രൂപ്പ്, groups for higher priority are on the opposite side of double bond. It is called E, that is N-Gagen, that is opposite. Okay. അതിൽ സീക്വൻസ് റൂള് നമ്മൾ ആറിൻ്റെ സിസ്റ്റത്തിൽ പഠിച്ച അതേ റൂളാണ്. അതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളിതിൻ്റെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ റൂൾ ഇതാണ്, സീക്വൻസ് റൂളാണ്. അതിൽ ഒന്നാമത്തെ റൂള്, greater the atomic number of the atom directly attached to the sp2 carbon, higher the priority. ആദ്യം നമ്മൾ ഈ കാർബണിൽ sp2 കാർബണിൽ ഡബിൾ ബോണ്ട് കാർബണിൽ ഡയറക്റ്റ് ബോണ്ട് ചെയ്ത ആറ്റത്തിന് അറ്റോമിക് നമ്പർ നോക്കുക. അറ്റോമിക് നമ്പർ കൂടിയവർക്ക് പ്രയോറിറ്റി കൂടുതലാണ്. ഇപ്പോൾ ഈ കേസിൽ ബി ആറിൻ്റെ അറ്റോമിക് നമ്പർ എച്ചിനേക്കാൾ കൂടുതലാണ്. അപ്പം ബി ആർ നമ്പർ 1 ആണ്, എച്ച് നമ്പർ 2 ആണ്. ദെർഫോർ ഇറ്റ് ഈസ് അല്ലേ ഇവിടെ നമ്മൾ പറയും. അതുപോലെ ഈ കാർബണിൽ സി എല്ലിനാണ് എന്നത് അറ്റോമിക് നമ്പർ കൂടുതൽ. അപ്പോൾ സി എൽ ഗെറ്റ് ഹയർ പ്രയോറിറ്റി നമ്പർ 1, എഫ് ഗെറ്റ് ലോവർ പ്രയോറിറ്റി 2. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, 1 വരുന്ന ഹയർ പ്രയോറിറ്റിയുള്ള ഗ്രൂപ്പ് 2 എവിടെയാണ്? സെയിം സൈഡാണ്, എന്താ Z ഐസോമർ. അതുപോലെ ഇവിടെ ഹയർ പ്രയോറിറ്റി വരുന്ന ഗ്രൂപ്പ് ഇവിടെ BR1, ഇവിടെ CL1, ദേ ആർ ഇൻ ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ZE ഐസോമർ. ഓക്കെ, ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ്. പക്ഷേ വേറെ കേസിൽ ഇപ്പോൾ വരുന്ന രണ്ടാമത്തെ റൂള്, ഇഫ് ദി ഫസ്റ്റ് ആറ്റംസ് ആർ സെയിം, ഡയറക്ട്ലി ബോണ്ട് ചെയ്ത ആറ്റം സെയിം ആണെങ്കിൽ ദെൻ കൺസിഡർ അറ്റോമിക് നമ്പർ ഓഫ് നെക്സ്റ്റ് ആറ്റം. നമ്മൾ ആറിൻ്റെ സിസ്റ്റത്തിൽ അതേ പറഞ്ഞ പോലെ തന്നെ അടുത്ത ആറ്റത്തിലേക്ക് പോവാം. അപ്പോൾ ഈ കേസിൽ ഇവിടെ നോക്കുക, ഇപ്പോൾ ഈ കാർബണിൽ ഡയറക്റ്റ് ബോണ്ട് ചെയ്ത ആറ്റം കാർബണാണ്, ഇവിടെയും കാർബണാണ്. നമ്മൾ അടുത്ത ആറ്റത്തിലേക്ക് പോകും. അപ്പോൾ അടുത്ത ആറ്റത്തിൽ പോകുമ്പോൾ ഇവിടെ CH2 കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഇവിടെ C കുഴപ്പമില്ല. അപ്പോൾ അവിടെ അതൊക്കെ സെയിം ആണ്, ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അവിടെ നമുക്ക് ടാലിയാവുക ചെയ്തു, ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ആറ്റത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ 2H, ഇവിടെ 3H, ഇവിടെ മൂന്നാമത്തെ ആൾ Cl. അപ്പോൾ Cl വന്നു, ഇവിടെ H ഉള്ളത്. ഇവിടെ 2H, ഇവിടെ 2H, മൂന്നാമത്തെ H ആണ്, ഇവിടെ മൂന്നാമത്തെ Cl ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ കൂടി. അപ്പോൾ ഇത് 1, ഇത് 2 ആയി. അപ്പോൾ നോക്കുക, നമ്പർ 1 വരുന്ന ഗ്രൂപ്പ് എവിടെയുള്ളത്? ദർ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇത് ഐസോമറാ? ഇറ്റ് ഈസ് ഈ ഐസോമർ. ഓക്കെ. അതേപോലെ ഇവിടെ ഇത് 1 ആണ്, ഇത് 2 ആണല്ലോ. ഇവിടെ പ്രശ്നമില്ലല്ലോ. ഇവിടെ ഈ കേസിൽ ഏതാ 1 വരുന്നത്? ഇതാണ് 1 വരിക, ഇത് 2 ആണ്. അപ്പോൾ നമ്പർ 1 ആർ ഓൺ ദി സെയിം സൈഡ് ആൻഡ് ദെർഫോർ ഇറ്റ് ഈസ് Z ഐസോമർ, Zusammen. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വേറെ കേസ് വരാൻ വെച്ചാൽ വെൻ മൾട്ടിപ്പിൾ ബോൺസ് ആർ പ്രസൻറ്റ് ദേ ആർ ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് സിംഗിൾ ബോൺസ്. ഇപ്പോൾ ഉദാഹരണത്തിന് CHO CH2H വരെയാണ്. അപ്പോൾ CHO എന്ന് പറയുന്നത് നമുക്കറിയാം C+O H ആണ് CHO അല്ലേ? മറ്റേത് CH2OH ആണ്. അപ്പോൾ ഈ C+O എന്നുള്ളത് നമ്മൾ എന്തായിരിക്കണം? 2 സിംഗിൾ ബോണ്ടായിട്ട് പരിഗണിക്കണം. അപ്പോൾ ഇതാണ് ശരിക്കും ആക്ച്വലി അല്ലേ? അപ്പോൾ ഇവിടെ കാർബൺ 2 ഓക്സിജൻ, മൂന്നാമത്തെ H. ഇവിടെ കാർബൺ 2 ഹൈഡ്രജൻ, മൂന്നാമത്തെ O. അപ്പോൾ ആർക്കാ പ്രയോറിറ്റി കൂടുതൽ? CHO ഗെറ്റ് ഹയർ പ്രയോറിറ്റി ദാൻ CH2OH. ഓക്കെ, ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഇപ്പോൾ C+C, ഇവിടെ CH2OH, CH2 CH3. അപ്പോൾ നോക്കുക, ഫസ്റ്റ് ആറ്റം C ആണ്, ഇവിടെ C ആണ്. അപ്പോൾ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ രണ്ടാമത്തെ ആറ്റംസ് 2H ഇവിടെ ഉണ്ട്, 2H ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നോക്കാം. മൂന്നാമത്തെ ആറ്റം നോക്കുമ്പോൾ ഇവിടെ ഓക്സിജനാണ്, ഇവിടെ കാർബൺ ആണ്. അപ്പോൾ ഇവിടെ അറ്റോമിക് നമ്പർ കൂടുതൽ, ഹയർ പ്രയോറിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് 1, ഇറ്റ് ഈസ് 2. ഇവിടെ നോക്കുക, ഫസ്റ്റ് ആറ്റം കാർബൺ, രണ്ടാമത്തത് 2H, മൂന്നാമത്തെ സിംഗിൾ ബോണ്ട് കാർബൺ. ഇവിടെ ഒരു H ഡബിൾ ബോണ്ട് C ആണ്. അപ്പോൾ ഈ ഡബിൾ ബോണ്ട് C എന്നുള്ളത് 2 സിംഗിൾ ബോണ്ടായിട്ട് പരിഗണിക്കണം. അപ്പോൾ എന്തായി? ഈ കാർബണിൻ്റെ കൂടെ ഒരു Hഉം 2 കാർബണും, ഈ കാർബണിൻ്റെ കൂടെ 2Hഉം 1 കാർബണും. അപ്പോൾ ദിസ് ഈസ് ഹയർ പ്രയോറിറ്റി, നമ്പർ 1, നമ്പർ 2. അപ്പോൾ നമ്പർ 1 2 സെയിം സൈഡ്, ദെർഫോർ ഇറ്റ് ഈസ് Z ഐസോമർ. ഇവിടെ നോക്കുക, ഇതേപോലെ തന്നെ 1 2 1 2. അപ്പോൾ നമ്പർ 1 ആർ ഇൻ ദി ഓപ്പോസിറ്റ് സൈഡ്, ദെർഫോർ ഇറ്റ് ഈസ് E ഐസോമർ. ക്ലിയർ? വളരെ സിമ്പിളാണ്. EZ നൊട്ടേഷൻ. സിസ് ട്രാൻസ് പറയുന്നതിനേക്കാൾ നമ്മൾ ജോമെട്രിക്കൽ ഐസോമറിസത്തെ നെയിം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് ഇത്, EZ നൊട്ടേഷൻ. അപ്പോൾ ഇത് ഈ എക്സസൈസാണ്. ഈ എക്സസൈസ് നിങ്ങൾ
ഈ വീഡിയോ കണ്ടതിന് ശേഷം ഈ എക്സസൈസ് ഇതൊന്ന് ഇവിടെ പൗസ് ചെയ്തിട്ട്